വൈകുന്നേരം അന്തിച്ചർച്ചയിൽ TV നോക്കുന്നവന് ഒരാൾ സ്വതന്ത്ര നിരീക്ഷകൻ, സാമൂഹിക നിരൂപകൻ, നിയമവിദഗ്ധൻ, LDF പ്രതിനിധി, UDF പ്രതിനിധി. നമ്മളെ പണിയിൽ എന്താ? ആങ്കർ ഇങ്ങനെ ചോദിക്കും, 1.5 മണിക്കൂർ നമ്മളിങ്ങനെ നോക്കിക്കും. ആദ്യം പറഞ്ഞവൻ ഓനാ ശരിയെന്ന് തോന്നും. രണ്ടാമത് LDF-കാരൻ്റെ പ്രസംഗം വൈകുന്നേരം കേട്ടാൽ അടുത്ത കൊല്ലം ഭരിക്കേണ്ടത് LDF-കാരൻ തന്നെ. UDF-കാരൻ്റെ പ്രസംഗം രാത്രി കേട്ടാൽ ഇനി അടുത്ത കൊല്ലം ഭരിക്കേണ്ടത്. നമ്മൾ ഈ പ്രസംഗത്തിൽ അല്ലെങ്കിൽ താത്വികമായ വിശകലനത്തിൽ നിന്നിട്ട് ഓൻ പറഞ്ഞതും ശരിയാ, അവൻ പറഞ്ഞതും ശരിയാ എന്നിടത്ത് നിൽക്കുമ്പോൾ ആലോചിക്കാനുള്ളത്, ഇവിടെ സുന്നി മുജാഹിദും ജമാഅത്തും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർവചിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓരോരുത്തരും പുസ്തകമാക്കുകയും വാദപ്രതിവാദമാക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 കാലിൽ സഞ്ചരിച്ചു നടന്നിട്ടുണ്ട് മടവൂരിൽ നിന്ന്. ആരാണ് വലിയ എന്നതിന് പുസ്തകങ്ങൾ പരതി നടക്കുന്നതിന് പകരം ജീവിതാനുഭവ സാക്ഷ്യമായി ഈ മടവൂരെന്ന ദേശം വലിയൊരു താത്വിക പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഒരു ഫിലോസഫിയെ തുറക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 1000 പുസ്തകങ്ങളല്ല, ജീവിത സാക്ഷ്യമായി സഞ്ചരിച്ച അനുഭവ പശ്ചാത്തലമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ശരിയായ ഉറവിടം. ഒളുവിനെ കുറിച്ച് ഒരാൾ നന്നായി ഇങ്ങനെ സംസാരിക്കുകയാണ്. ജീവിതത്തിൽ ഒരു ഒളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ മൂപ്പർക്ക് അന്ന് മൂപ്പര് PhD എടുക്കാൻ പോയതാ. ഇതിന് ഒളു എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോഴും 10-15 കൊല്ലം ഒളു പഠിച്ചിട്ട് ഒന്ന് ഒളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കാനായില്ല. നേരത്തെ മോനിങ്ങനെ പറഞ്ഞപ്പോൾ സാദാത്യങ്ങൾ ധാരാളമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ലിയുദീബ അൻകുമു രിജ്സ അഹ്ലൽ ബൈത്ത് വയുത്തഹിറുക്കും തത്ഹീറ. നജസ് തന്നെയാണ് രിജ്സും, പക്ഷേ നജസ് ബാഹ്യമാണ്, കഴുകിയാൽ വൃത്തിയാകും. രിജ്സ് ആന്തരികമാണ്, മനസ്സിലെ മാലിന്യമാണ്, അത് കഴുകിയാൽ വൃത്തിയാകൂല. രിജ്സിനെ തത്ഹീർ ചെയ്യേണ്ടത് അഹ്ലു ബൈത്ത് കൊണ്ടാണ് എന്ന് ഖുർആൻ. അള്ളാഹു ആ മഹബത്തും ബന്ധമൊക്കെ നമുക്ക് നിലത്തി തരുമാറാകട്ടെ. അവരെ സാദാത്യങ്ങളെന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മൾ സംബോധന ചെയ്യും. പക്ഷെ വേദിയും സ്റ്റേജും സമയമൊക്കെ ഉണ്ടാകുമ്പോൾ ആ സിയാദത്ത് പ്രസംഗത്തിലും ഉണ്ടാകൂല, വേദിയിലും ഉണ്ടാകൂല, ഇരുത്തത്തിലും ഉണ്ടാകൂല. അത് നമ്മൾ ആലിമ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഹാനായ CM ഖദ്ദസല്ലാഹു സിർറ അതിന് വേണ്ട പദവി കൊടുത്ത ഒരാളാണ്. ആ സ്വഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. അള്ളാഹു തആല അതൊക്കെ നിലനിർത്തി തരട്ടെ. എനിക്ക് നേരത്തെ പറഞ്ഞപ്പോൾ പുലി വാലാട്ടിയത് പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ എന്ന് നിങ്ങളാരും ചിന്തിക്കണ്ട. മഹാനായ സഫീന റളിയല്ലാഹു അൻഹു മദീനയിൽ മസ്ജിദ് ഉണ്ടാക്കുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ട വിധം സഹായിക്കുമ്പോൾ എല്ലാവരും ഓരോ പാറക്കല്ലെടുത്തപ്പോൾ സഫീന റളിയല്ലാഹു അൻഹു വലിയ 2 എടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അടുത്തേക്ക് വന്നിട്ട്, യാ സഫീന അൻത സഫീന, ഇങ്ങൊരു കപ്പൽ തന്നെയാണല്ലോ എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഇത്ര വലിയ ഭാരം ചുമന്നല്ലോ എന്ന്. ആരോഗ്യത്തിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി റസൂലുള്ളാഹി ആ സമയത്ത് ദുആ ചെയ്തു കൊടുത്തു. ആ കരുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലേക്ക് വന്നത്, എന്നാൽ നടന്നു പോകുമ്പോൾ പുലിയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ, പുലി ഇങ്ങനെ വാലാട്ടി നിൽക്കുകയാണ്, എന്തിനാ വന്നെന്ന് എനിക്ക് മനസ്സിലായി എന്ന്. ആഫ്രിക്കയിലേക്ക് പിന്നെ ഇസ്ലാമിക ദഅവത്തിന് പോകുന്നത് ഇതേ സഫീന റളിയല്ലാഹു അൻഹുവാണ്. വഴിയിൽപ്പെടുന്നത് പുലി തന്നെയാണ്. ആ സമയത്ത് സഫീന റളിയല്ലാഹു അൻഹു പുലിയോട് പറയുന്നൊരു വർത്താനുണ്ട്, ഇത്തഖില്ല അന മൗല റസൂലില്ല. ആ ഒരൊറ്റ ലഫ്ള് നിങ്ങൾ വേറെ ഒന്നും ആലോചിച്ചില്ലെങ്കിൽ ആ ഒരൊറ്റ ലഫ്ള് ഹദീസ് നിങ്ങൾ പഠിക്കണം. ഇത്തഖില്ല അന മൗല റസൂലില്ല. പുലിയോടാണ് ഈ പറയുന്നത്. ഇനി പടച്ചോനെ പേടിച്ചോ, ഞാൻ അള്ളാൻ്റെ റസൂലിൻ്റെ ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആത്മധൈര്യം മസിൽ പവറിനേക്കാൾ, മസിൽ പവറിൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞ, കണ്ടാൽ തന്നെ പേടിയാകും എന്നുള്ളത്. മസിൽ പവറിനേക്കാൾ പവർ വേണ്ടത് ശരീരത്തിനാണോ ശക്തി വേണ്ടത്, മനസ്സിനാണോ ശക്തി വേണ്ടതെന്ന് വെച്ചാൽ ശക്തി വേണ്ടത് മനസ്സിനാണ്. ജിമ്മിനൊക്കെ പോയി രാവിലെയും വൈകുന്നേരമൊക്കെ മസിലിങ്ങനെ തടിപ്പിക്കുന്ന ഒരുത്തനുണ്ട്. പക്ഷേ അപ്പുറത്തുനിന്ന് ഒരു ഒച്ച കേട്ടാൽ ഞെട്ടി വറക്കും, പെണ്ണുങ്ങൾ ആശ്വസിപ്പിക്കേണ്ടി വരും. ഫദറക വജ്ബ, മദീന പള്ളിയിൽ റസൂലുള്ളാഹി പെടുന്നതിനൊരു സ്ഫോടനം കേട്ടല്ലോ. യാ അലി ഐന ദുൽദുൽ. ദുൽദുൽ എന്ന് പറയുന്നത് കഴുതയാണ്. പലപ്പോഴും അർത്ഥം വെച്ച് നമ്മൾ കുതിരാക്കി കളയലുണ്ട്. മുക്കൗക്കീസ് കൊടുത്തയച്ച കഴുത, സമ്മാനമായി കൊടുത്ത കഴുതയാണ് ദുൽദുൽ.
റളിയല്ലാഹുവിനോട് അതിനെ വിളിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് പറന്നു കയറുന്ന മുഹമ്മദ് മുസ്തഫ ദ്രുതഗതിയിൽ ശബ്ദം കേട്ട ഭാഗത്ത് പോയി തിരിച്ചു വന്നിട്ട് പേടിക്കാനൊന്നുമില്ല, അത് നരകത്തിൻ്റെ മുകളിൽ നിന്നൊരു കല്ല് വീണ് ഇപ്പോൾ അടിയിൽ തട്ടി പൊട്ടിത്തെറിച്ച ശബ്ദമാണ്. മുന്തു സബഈന ഹരീഫ, 70 വർഷം മുമ്പാണ് അത് വീകാൻ തുടങ്ങിയത്, ഇപ്പോഴാണ് അടി തട്ടിയത്. നമ്മളറ്റാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നരകത്തിൻ്റെ ആഴം കണക്കൂട്ടാനാണ് ഒരു പക്ഷേ നമ്മളെ യുക്തി പോവുക. അവിടെ റസൂലുള്ള പേടിക്കാനൊന്നുമില്ല, നരകത്തിൻ്റെ മുകളിൽ നിന്ന് വീണ കല്ലാണ്. കുല്ലമാൻ എളിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, അങ്ങനെ ഉരുകി ഒലിക്കും തോറും വേറെ തൊലികൾ വന്നുകൊണ്ടിരിക്കുകയും ആ തൊലികൾ ഓരോന്നും ഉരുകുകയും ചെയ്യും മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ വലിയ സ്ഫോടന ശബ്ദത്തിൽ കരുത്തു കാട്ടുന്ന മുഹമ്മദ് മുസ്തഫ. ഒലബല്ല ശജാഅത്ത്. പലർക്കും ഒലബുണ്ടാകാറുണ്ട്. നാട്ടിലെന്തെങ്കിലുമൊക്കെ സാധുക്കളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് കാണുമ്പോൾ ഒലബ് വരുന്നതൊക്കെ ശജാഅത്തായി കാണണ്ട. അത് നമ്മൾ മൂല്യന്മാർ ആലോചിക്കേണ്ടതാണ്. ശജാഅത്ത് എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ പ്രകടമാകുന്ന ഹക്കിൻ്റെ മാർഗത്തിലുള്ള പ്രതികരണമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലാ തഗ്ലബ് ബി നഫ്സിക വലാകിൻ തഗ്ലബ് ബില്ലാ. ഷജാഅത്തുള്ള ഒരാൾക്ക്, ധീരതയുള്ള ഒരാൾക്ക് അവൻ്റെ കാര്യത്തിൽ ദേഷ്യമൊന്നും വരില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കേൾക്കാത്തത് എന്ന് ചോദിച്ചിട്ട് പലപ്പോഴും അടി വരൽ, ദേഷ്യം വരൽ. ഞാൻ പറഞ്ഞതല്ല, പകരം അള്ളാഹുവിൻ്റെ വഴിയിലാണ് ഈ ഷജാഅത്ത് വരുന്നത്. അപ്പോഴാണ് ആ മൂത്രമൊഴിച്ച് പോകുന്നത് യുക്തിക്ക് ചേരുന്നത്. അള്ളാഹു അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പലപ്പോഴും നമുക്കുള്ള ഒലബാനായി ചിലപ്പോൾ സംഘടനാ ബലത്തിലൊക്കെ ആക്രോശിക്കാൻ പോകും. അത് അത്രയൊന്നും ബലം കിട്ടൂല. കാരണം അതിനേക്കാൾ വാട്സ് കൂടുതലുള്ള മൈക്കാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് പ്രതികരണം വരും. ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് അകത്തുനിന്ന് വരികയാണ്. അതുകൊണ്ടാണ് ഈ മൂത്രമൊഴിക്കലിനെ നമുക്ക് ഉൾക്കൊള്ളാനാകുന്നത്. അല്ലാഹു തആല അതൊക്കെ കണ്ടറിഞ്ഞ് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഉത്തരവാദിത്വം വളരെ കൂടിയ സന്ദർഭത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ ആണ്ട് നേർച്ചക്ക് അഭിമുഖീകരിക്കുന്നത്. സൂഫി ഇസ്ലാമിക് ബോർഡ് മിഞ്ഞാന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മതൊന്നും പ്രചരിപ്പിച്ചിട്ടില്ല ഔലിയാക്കന്മാർ എന്നതാണ് ആദ്യത്തെ ചർച്ച. ഔലിയാക്കന്മാർ മതൊന്നുമല്ല പ്രചരിപ്പിച്ചത്, പകരം സ്നേഹമാണ്. എല്ലാവരും പരസ്പരം സ്നേഹത്തിൽ, ജന്തുജലാദികളോട്, സസ്യലതാദികളോട്, വൃക്ഷലതാദികളോടൊക്കെ നല്ല സ്നേഹത്തിൽ കഴിയണം. ഇസ്ലാമൊന്നുമല്ല. പക്ഷെ പേരെങ്ങനെയാണ്? ഇസ്ലാമിക് ബോർഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മെൻ്റലി ഇസ്ലാമിക് കൺവേർട്ടഡ് ഒരു സൊസൈറ്റിയെ സൃഷ്ടിക്കുകയാണ്. മാനസികമായി ഇസ്ലാമിൽ നിന്നും മാറിപ്പോകുന്ന ഒരു സംവിധാനത്തെ ആസൂത്രിതമായി സൃഷ്ടിക്കുന്ന കാലത്താണ് വലിയ എന്നതിൻ്റെ പര്യായം തന്നെയാണ് സൂഫി എന്ന് ലോകത്തോട് നമ്മൾ പറയേണ്ടത്. സൂഫി വായനകൾ ടെസ്റ്റ് ഓറിയൻറ്റഡായ ഇന്നത്തെ PG വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക്, PhD വിദ്യാർത്ഥികൾക്ക് ടെസ്റ്റ് ഓറിയൻറ്റഡായ പഠനമാണ് ഇന്ന് സൂഫിസം. സൂഫി അക്കാഡമി ഉണ്ട്. ഞാൻ അങ്ങനെ ആലോചിക്കലാണ്, താത്വികമായ വിശകലനം ഒരാൾക്ക് സൂഫിസത്തെക്കുറിച്ച് പ്രസംഗിക്കാനാകും. ഒതുവിനെ കുറിച്ച് ഒരാൾ നന്നായി ഇങ്ങനെ സംസാരിക്കുകയാണ്. ജീവിതത്തിൽ ഒരു ഒതു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ മൂപ്പർക്ക്, അന്ന് മൂപ്പര് PhD എടുക്കാൻ പോയതാണ്. ഏതിന്? ഒതു എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോഴും 10-15 കൊല്ലം ഒതു പഠിച്ചിട്ട് ഒന്ന് ഒതു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കാനായില്ല. ഞാൻ പറയുന്ന ഈ തിസീസിലും ഈ ടെസ്റ്റ് ഓറിയൻറ്റഡായ വായനയിലും സൂഫി ഇസ്ലാമിനെ അന്വേഷിക്കാൻ പോകുന്നവർക്ക് മുമ്പിൽ ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ എന്ന് പറയുമ്പോൾ ഒരു ജീവിതം തെളിഞ്ഞു വരുന്നുണ്ട്. അത് മടവൂരിൻ്റെ മുറ്റത്തുനിന്ന് ലോകോത്തര വേദിയിലേക്ക് ഒരു അക്കാഡമിക് വായനക്ക് വിധേയമാക്കുകയാണ് ഇത്തരം സദസ്സിൽ നമ്മളൊക്കെ വേണ്ടത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സൂഫികളെ പഠിക്കാനും ചരിത്രപരമായി വിശകലനം ചെയ്യാനും എവിടുന്ന് സൂഫിസം ആരംഭിച്ചു എന്ന് അന്വേഷിക്കാനും ഒക്കെ അക്കാഡമിക് തലത്തിൽ ഇന്ന് പലവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരാണ് വലിയ എന്നതിന് പുസ്തകങ്ങൾ പരതി നടക്കുന്നതിന് പകരം ജീവിതാനുഭവ സാക്ഷ്യമായി ഈ മടവൂർ എന്ന ദേശം വലിയൊരു താത്വിക പ്രപഞ്ചത്തെ, അല്ലെങ്കിൽ ഒരു ഫിലോസഫിയെ തുറക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തഫാവുത്തുൽ ഫലാസിഫ ഇമാം ഖസാലി ഖദ്ദസല്ലാഹു സിർറ തത്വശാസ്ത്രത്തിൻ്റെ പരസ്പരമുള്ള വിശകലനവും വേലിയേറ്റവും നടത്തുന്നുണ്ട് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു. പക്ഷെ ആലോചിക്കാനുള്ളത്, താത്വികമായ വൈകുന്നേരം അന്തിച്ചർച്ചയിൽ TV നോക്കുന്നവന്
ഒരാൾ സ്വതന്ത്ര നിരീക്ഷകൻ, സാമൂഹിക നിരൂപകൻ, നിയമവിദഗ്ധൻ, LDF പ്രതിനിധി, UDF പ്രതിനിധി. നമ്മളെ പണിയിൽ എന്താ? ആങ്കർ ഇങ്ങനെ ചോദിക്കും, 1.5 മണിക്കൂർ നമ്മളിങ്ങനെ നോക്കിക്കും. ആദ്യം പറഞ്ഞു ഓനാ ശരിയും തോന്നും. രണ്ടാമത് LDF-കാരൻ്റെ പ്രസംഗം വൈകുന്നേരം കേട്ടാൽ അടുത്ത കൊല്ലം ഭരിക്കേണ്ടത് LDF-കാരൻ തന്നെ. UDF-കാരൻ്റെ പ്രസംഗം രാത്രി കേട്ടാൽ ഇനി അടുത്ത കൊല്ലം ഭരിക്കേണ്ടത്. നമ്മൾ ഈ പ്രസംഗത്തിൽ അല്ലെങ്കിൽ താത്വികമായ വിശകലനത്തിൽ നിന്നിട്ട് ഓൻ പറഞ്ഞതും ശരിയാ, അവൻ പറഞ്ഞതും ശരിയാ എന്നിടത്ത് നിൽക്കുമ്പോൾ ആലോചിക്കാനുള്ളത്, ഇവിടെ സുന്നി മുജാഹിദും ജമാഅത്തും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർവചിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓരോരുത്തരും പുസ്തകമാക്കുകയും വാദപ്രതിവാദമാക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 കാലിൽ സഞ്ചരിച്ചു നടന്നിട്ടുണ്ട് മടവൂരിൽ നിന്ന്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പുസ്തകത്തിലുള്ള നിർവചനവും ജീവിതത്തിൻ്റെ രീതിയും പരസ്പരം നോക്കുമ്പോൾ ഏത് പുസ്തകമാണ്, ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഈ ജീവിതത്തോട് ചേരുന്നത്? ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ശരിയായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശരിയായ നിർവചനം. 1000 പുസ്തകങ്ങളല്ല, ജീവിത സാക്ഷ്യമായി സഞ്ചരിച്ച അനുഭവ പശ്ചാത്തലമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ശരിയായ ഉറവിടം. ഇടപഴക്കത്തിൽ നിന്ന് കിട്ടുന്ന അഹ്ലു സുന്നയാണ് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന, നേരത്തെ പറഞ്ഞ പോലെ യുളില്ലു ബിഹി കസീറൻ വ യഹ്ദി ബിഹി കസീറ. ഖുർആൻ തന്നെയാണ് എല്ലാവർക്കും വായിക്കാനുള്ളത്. പിഴച്ചവരൊക്കെ പിഴച്ചത് ഖുർആൻ നോക്കിയിട്ടാണ്, ശരിയായവർ ശരിയായതും ഖുർആൻ നോക്കിയിട്ടാണ്. എന്നാൽ സുഹബത്തു സുലഹാ കൊണ്ട് പിഴച്ചവരെ കിട്ടാനേയില്ല. അപ്പോൾ വ്യാജം, ഈ സ്വാലിഹീങ്ങളുടെ പേരിൽ വ്യാജം ആരംഭിച്ച് സമൂഹത്തെ പരസ്പരം അകറ്റിക്കളയുന്ന ലോകത്തു നിന്ന് സൂഫിസത്തിൻ്റെ തനിയാവർത്തനത്തെ വായിച്ചു ചേരേണ്ടത്, അന്വേഷിച്ചു വരേണ്ടത് ഒരു ഗ്രാമത്തിലേക്കാണ്. ഞാൻ മടവൂർ എന്ന ഗ്രാമം തസവുഫിൻ്റെ സൗന്ദര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു ലോകത്തിൻ്റെ മുമ്പിൽ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു അതൊക്കെ അന്വേഷിക്കാനും പഠിക്കാനും ഇത്തരം വേദിയിൽ സംബന്ധിക്കാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇളം തലമുറക്ക് അനുഭവമൊന്നുമില്ല, പക്ഷേ അനുഭവമില്ലാത്തവരോട് ഇത്തരം ആണ്ടുനേർച്ചകളിലാണ് ഇത്തരം മഹത്തുക്കൾ 2 കാലിൽ സഞ്ചരിക്കുന്നത്. നമ്മുടെ തത്വശാസ്ത്രത്തോട് എത്രമേൽ യോജിക്കുന്ന ജീവിതമാണ് അവരെന്ന് അവതരിപ്പിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് വയറിന് നിറയാൻ ഉപകരിക്കും, പട്ടിണി മാറാൻ വലിയ പുണ്യം കിട്ടും. പക്ഷേ മനസ്സിന് ശക്തമായ ആശയ സംവാദം ആളിപ്പടരുന്ന വിധം തസവുഫിനെ കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടതും മുത്തഖി ആരാണെന്നും വലിയ എങ്ങനെയാണ് എന്നും പറഞ്ഞു കൊടുക്കേണ്ടതും ഇത്തരം വേദിയിലാണ്. അത് വളരെ പ്രാധാന്യത്തോടെ കേൾക്കുകയും മറ്റു പലതിനേക്കാളും ഭക്ഷണത്തെക്കാളും പ്രാധാന്യത്തോടെ മനസ്സിന് ആവശ്യമായ ഈ വിഭവം നന്നായി രുചിച്ച് അയവിറക്കാനും കഴിയണം ഇത്തരം വേദിയിൽ. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ വിചാരിക്കാറുള്ളത്, ഉസ്താദ് ഇത്തരം വേദിയിൽ വന്നാൽ പേജുകൾ ഇങ്ങനെ മറയുകയും ആൾരൂപം പ്രകാശപൂരണമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കയറി വരികയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറ ഇറങ്ങി നടന്ന് ഹൃദയത്തിലേക്ക് കയറി വരാൻ ആ വാക്കുകൾക്ക് കഴിയും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്റെ ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. അവരോടൊക്കെ നമ്മളെയും അള്ളാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ മതനിരാസത്തിൻ്റെ ഒരു തട്ടകമായി സൂഫിസം അവതരിപ്പിക്കുന്നവർ, മതേതര സൂഫിസം, ഒരു പക്ഷെ അങ്ങനെ വിളിക്കേണ്ടി വരും, സൂഫിസത്തെ മതേതര സൂഫിസം എന്ന് വിളിക്കേണ്ടി വരും. മതനിരാസത്തിൻ്റെയും മതേതര സൂഫിസത്തിൻ്റെയും രീതിയിൽ ഔലിയാക്കന്മാരെ അനുഭവിക്കുക, യുക്തി കൊണ്ട് മതത്തെ അളക്കുക. അപ്പോൾ നിസ്കരിക്കാത്തത് എന്താ, നിസ്കരിക്കാത്തതിന് ചേരുന്ന പട്ടികയിൽ ചേർത്ത് വെക്കുക. ഞാൻ ചിലപ്പോൾ സ്ത്രീയോടുള്ള ഇടപഴക്കത്തിനും അവിഹിതമായ രീതിയിൽ ജീവിക്കുന്നതിനുമൊക്കെ എൻ്റെ പ്രതീകവൽക്കരണമായി, എൻ്റെ ഉദാഹരണമായി ഇത്തരം മഹത്തുക്കളുടെ ആധ്യാത്മിക സൗന്ദര്യത്തെ അവതരിപ്പിക്കുക. എത്രമേൽ വൃത്തികെട്ട ഏർപ്പാടാണ് ഇതെന്ന് ആലോചിക്കണം. ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തവരാണ് ഇവർക്ക്. കാരണം പച്ച കുഫറിലേക്ക് സമൂഹത്തെ എത്തിക്കാനേ ഇത്തരക്കാർക്ക് കഴിയും. അല്ലാഹുവിൻ്റെ അടിയാർകളായ യഥാർത്ഥ അബ്ദ്, അടിമത്വം എന്ന് പറയുന്നത് പലരും പലതിൻ്റെ അടിമയാണ്. കള്ളിൻ്റെ അടിമയായവരുണ്ട്, ചിലപ്പോൾ പ്രസംഗിക്കാൻ വന്നവൻ പണത്തിൻ്റെ അടിമയാകും. അള്ളാഹു കാക്കുമാറാകട്ടെ. സ്ഥാനങ്ങളുടെ, അധികാരത്തിൻ്റെ, ചിലപ്പോൾ താൻ ഉൾക്കൊള്ളുന്ന സംവിധാനങ്ങളുടെ അടിമയായി പോകുന്നവർ. അങ്ങനെ പണവും അധികാരവും പെണ്ണും കള്ളും മോഹവും സ്ഥാനവും ഒക്കെ അടിമയായി പോയിട്ട് ഇവനും പറയും നമ്മൾ അള്ളാഹുവിൻ്റെ അടിമയെന്ന്.
ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ വേറെ ആരുമില്ല എന്നാണ്. പക്ഷെ ആ സ്റ്റേഷനിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിൻ ഇറങ്ങിയാൽ അപ്പുറത്ത് നമ്മളൊക്കെ പഠിച്ചല്ലോ, ലാ മൗജൂദ ലാ മഅബൂദ ഇല്ലല്ലയിൽ നിന്ന് ലാ മൗജൂദ ഇല്ലല്ലയിലേക്ക് ഒരു 2 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മനസ്സിൻ്റെ ട്രെയിൻ. ആഴം ഞാൻ അവിടെ അളവ് എൻ്റെ ഒരു ഭാഷയിൽ അവതരിപ്പിച്ചത്. പക്ഷെ ലാ മൗജൂദ ഇല്ലല്ലയിൽ നിന്ന് ലാ ഹക്ക ഇല്ലല്ലയിലേക്ക് ഈ ട്രെയിൻ പിന്നെയും കയറി യാത്ര ചെയ്യണം. അവിടെ എത്തുമ്പോഴാണ് ലാ ഹക്ക ഇല്ലല്ലയുടെ ലോകം തിരിയുന്നത്. അപ്പോഴാണല്ലോ ഹല്ലാജ് അൽ മൻസൂർ റളിയല്ലാഹു അൻഹു പുതിയൊരു സംഭവമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇവിടെ കോടതിയെ നമുക്ക് ശരീഅത്തിന്റെ ലോകത്തു നിന്ന് കാണാം, എന്നാൽ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് പറയുന്ന ഷെയ്ഖ് ജീലാനി തങ്ങളെയും കാണാം. അതേ അളവിൽ നിങ്ങൾ കളക്കാവുന്നതാണ് മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറ അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ. പക്ഷേ ആ തലങ്ങളുടെ വൈജാത്യങ്ങളിൽ നിന്ന് തങ്ങളുടെ ഇംഗിതങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക് അതിനെ ഉപയോഗപ്പെടുത്തിയാൽ അത് സ്ത്രീയുടെയും പെണ്ണിൻ്റെയും ക്ലീൻ ഷേവിൻ്റെയും നിക്കാരമില്ലാത്തതിൻ്റെയൊക്കെ അവസ്ഥയിൽ തൻ്റേതായ സാഹചര്യങ്ങളെ ഇതിൽ നിന്ന് അടയാളപ്പെടുത്താൻ, അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നവർ സാധാരണക്കാരനായ ഒരു മുത്തഅല്ലിം അല്ലെങ്കിൽ സാധാരണക്കാരൊരു നാടൻ മനുഷ്യൻ, അയാൾ രക്ഷപ്പെടാറ്റാലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തവനാണ് ഇവരെ വിൽപ്പനച്ചരക്കാക്കി കളിക്കുന്നവർ എന്നീ സമയം നമ്മൾ ആലോചിക്കണം. അല്ലാഹു തആല നമുക്ക് ഈമാൻ ഏറ്റിത്തരുമാറാകട്ടെ. കാരണം ഈ റബ്ബിൻ്റെ മുമ്പിൽ റബ്ബിനോട് ചെയ്തത് റബ്ബ് ഒരു പക്ഷേ മാപ്പ് നൽകിയേക്കും. അത് റബ്ബ് തന്നെ നമ്മെ പഠിപ്പിച്ചതാണ്. കാരണം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്താനുണ്ടല്ലോ, ഞാൻ പടച്ചോനെ സമീപിച്ചു. അഖീമുസ്സലാ എന്ന് പറയുന്നിടത്തൊക്കെ ആത്തു സക്കാത്ത് എന്ന് അല്ലാഹു ചേർത്ത് പറയും. അപ്പോൾ പടച്ചോനെ കാണേണ്ടത് നിക്കാരത്തിലോ സാധുക്കളിലോ ഞാനിങ്ങനെ അന്തം വിടുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അനിഷ്കുർലി എന്ന് പറയുന്നിടത്തൊക്കെ പടച്ചോൻ ചേർത്ത് പറയുന്നുണ്ട്, വലി വാലിദൈക്ക മാതാപിതാക്കളോടൊന്നും. പടച്ചോൻ അന്വേഷിച്ച് ഞാൻ പുറപ്പെടുമ്പോൾ പടച്ചോനെ പിന്നെ തിരയേണ്ടത് മാതാപിതാക്കളുടെ സമീപത്താണോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നുണ്ട്. അതേ ആശ്ചര്യം എനിക്ക് വരുന്നുണ്ട്. അത്തി ഉല്ലാഹ എന്ന് പറയുമ്പോൾ ഉടൻ അള്ളാഹു പറയുന്നുണ്ട് അത്തി ഉർ റസൂൽ. റബ്ബിനെ സമീപിക്കുമ്പോഴേക്ക് റബ്ബ് നന്നായി വഴിഞ്ഞൊഴുകുന്നത് റബ്ബിൻ്റെ സൃഷ്ടികളിലാണ്. അതുകൊണ്ടാണ് ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയുന്നത്, വൈവിധ്യമുള്ള മുഖങ്ങളും വൈവിധ്യമുള്ള പ്രകൃതിയും അതിൻ്റെ സൗന്ദര്യവും. പച്ചിലത്തുമ്പിൽ ആ എഞ്ചിനീയറെ കാണാനാകണം. വലഖദ് കറംനാ ബനി ആദം, ഔന്നത്യമുള്ള മനുഷ്യനിലും ആ എഞ്ചിനീയറെ കാണാനാകണം. ഈ ആകാശങ്ങളിലും ഭൂമിയിലും അണ്ടകടാഹങ്ങളിലും ആ എഞ്ചിനീയറെ കാണുമ്പോഴാണ് എഞ്ചിനീയർ സമർത്ഥനാണെന്ന് ബോധ്യപ്പെടുക. അതുകൊണ്ട് എനിക്ക് റബ്ബിനെ സ്നേഹിക്കുമ്പോൾ എനിക്ക് റബ്ബിൻ്റെ സൃഷ്ടിയെ നല്ല പുര കണ്ടാൽ ആരാടോ ഈ പ്ലാൻ എന്ന് ചോദിക്കും. കാരണം സമർത്ഥനായ ഒരു എഞ്ചിനീയർക്കാണ് അത്ര ഭാവന പെയ്യുന്ന ഭവനം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. സമർത്ഥനായ ഒരു എഞ്ചിനീയർക്കാണ് അത്ര മനോഹരമായ ശില്പം ഉണ്ടാക്കാനായത്. അയാൾ സമർത്ഥനായ എഞ്ചിനീയർ ആണില്ലേ എന്ന് നമ്മൾ പറയുന്നത് അയാളുടെ സൃഷ്ടികളെ കാണുമ്പോഴാണ്. ഈ റബ്ബിനെ ഞാൻ അന്വേഷിക്കുന്നത് സൃഷ്ടികളിലാണ്. എനിക്ക് അവയോടെല്ലാം ഇഷ്ടമാണ്. റൂമിയുടെ പ്രണയം, സ്നേഹം ആ ലോകത്താണ്. പക്ഷെ ഇപ്പോൾ ഇവർ അവതരിപ്പിക്കുന്ന സ്നേഹം പടച്ചോനെ മാറ്റിവെച്ച് കാര്യലാഭത്തിൻ്റെ സ്നേഹമാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് അശിദ്ദാഉ അലൽ കുഫാർ എന്നതിൻ്റെ ജീവിക്കുന്ന പ്രതീകമായിരുന്നു മഹാനായ CM വലിയുല്ലാഹി. അത് തിരിഞ്ഞവർക്ക് തിരിയല്ലോ. ഇപ്പം പറഞ്ഞത് നാട്ടിൽ ഇട്ടുകൊടുത്ത് ഇരയാക്കേണ്ട, അല്ലെങ്കിൽ കൊളാക്കേണ്ട. കുഫറിനെ എവിടെ വെക്കണമെന്ന് കാണിച്ചു തന്ന ആളാണ് മഹാനായ CM വലിയുല്ലാഹി. അവരെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ കാരുണ്യം എന്നത് ഇത്തരം ആളുകൾ ഉപയോഗിച്ച് മറ്റൊരു തരം മതവ്യതിയാനം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്തരം ആളുകളെ മതേതര സൂഫിസക്കാർ അല്ലെങ്കിൽ മതമുക്തമായ ഒരു തരം സൂഫിസക്കാർ എന്ന് വിളിക്കേണ്ടി വരും. അത്തരം സൂഫിസത്തോട് ഇസ്ലാമിന് ഒരു ബന്ധവുമില്ല. ഈ തസവുഫ് അല്ലെങ്കിൽ സൂഫിസം എന്ന് പറയുന്നത് വലിയ എന്നതിൻ്റെ പര്യായമാണെങ്കിൽ ബഹുമാനരായ ഉലമാക്കളോടും മുത്താലിമികളോടും എനിക്ക് പറയാനുള്ളത്, ആ ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ എന്നതിൻ്റെ കാര്യത്തിൽ സമൂഹത്തിന് ഉറച്ച തീരുമാനവും ഉറച്ച പിന്തുണയും കൊടുത്ത് വഴികേടായി പോകുന്നതിൽ നിന്ന് വരെ തിരിച്ചു വിരിക്കണം. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, പണ്ഡിതന്മാർ തിരസ്കരിക്കപ്പെടുകയും ഇൻഫ്ലുവേഴ്സ് പുരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന കാലമാണ്. കോട്ടക്കൽ എൻ്റെ ഒരു പണ്ഡിത സുഹൃത്ത് പറഞ്ഞു, കഴിഞ്ഞ ദിവസം വലിയൊരു കടൻ്റെ ഉദ്ഘാടനത്തിന് പ്രമുഖനായൊരു യൂട്യൂബറെ വിളിച്ചു. 1000 ചില്ലാനം ആളുകൾ രാവിലെ തന്നെ റോഡ് നിറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴേക്ക് റോഡ് ബ്ലോക്കായി, ഭയങ്കര ജനം. 3 ദിവസം കഴിഞ്ഞൊരു ഉദ്ഘാടനം ഉണ്ട്. അപ്പോൾ അയാൾക്ക് ഈ കക്ഷിയെ കിട്ടില്ല. അങ്ങനെ മൂപ്പരൊരു ഐഡിയ ചെയ്തു, ഓൻ്റെ വാപ്പ വരുന്നതിനുള്ള പോസ്റ്റർ ഇറക്കി. അപ്പോഴും ഉണ്ടായിന് ഇഷ്ടം പോലെ ആൾ. നിങ്ങൾക്കെന്തോ തിരിഞ്ഞോ നിങ്ങൾക്കറിയില്ല. ഇയാളുടെ വാപ്പ വരുന്നതെന്ന് പോസ്റ്റർ ഇറക്കിയപ്പോൾ അപ്പോഴും ഉണ്ടായിന് ഇഷ്ടം പോലെ ആൾ. എന്ന് പറഞ്ഞാൽ
നേരത്തെ ഫോളോവേഴ്സ് പണ്ഡിതന്മാരായിരുന്നു. ഉസ്താദ് വരുന്നുണ്ട്. വിളക്കത്തിരിക്കുന്ന കുട്ടികൾ, ഈയാമ്പാറ്റകൾ വിളക്കത്തേക്ക് വരുന്ന പോലെ ഗുരുമുഖത്തു നിന്ന് ഒരു പേജിൽ ഫർളും അടുത്ത പേജിൽ ഷർത്തും അതിൻ്റെ അടുത്ത പേജിൽ സുന്നത്തും നന്നായി കാണാതെ പഠിച്ചിട്ട് ഫൈസി എന്ന ബിരുദം നേടിയിട്ട് ഞാൻ മുലിയാരാന്ന് പറഞ്ഞിടന്നുകൊണ്ട് സുജൂദിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഇതൊന്നും പഠിക്കാത്ത വയലോരത്ത് പണിയെടുക്കുന്ന സാധുവായിരിക്കും. 2 റക്അത്ത് സുജൂദ് ചെയ്യാൻ പോകുമ്പോൾ അല്ലല്ലു കുല്ലുഹ മസ്ജിദുൻ, ഭൂമി മുഴുവനും ദേവാലയമാണ്. വയൽവരമ്പിൽ സുജൂദ് ചെയ്ത ആ സഹോദരൻ അനുഭവിച്ച സുജൂദിൻ്റെ സൗന്ദര്യം, പേജിൽ നിന്ന് ഷർത്തും ഫർളും സുന്നത്തും പഠിച്ചിട്ട് പേരിൻ്റെ വാലറ്റത്ത് ഫൈസി എന്ന് എഴുതിയിട്ട് ആ സൗന്ദര്യം എനിക്ക് ലഭ്യമാകുന്നില്ലെങ്കിൽ എൻ്റെ സുജൂദിനേക്കാൾ കാമ്പും കരുത്തുമുള്ള സുജൂദ്. കാരണം ഇദാ സുൽസിലത്തിൽ അർളു വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാൻ മാ ലഹാ. ഭൂമിക്ക് എന്തു പറ്റിയെന്ന് മനുഷ്യൻ ചോദിക്കും. ഭൂമിക്കൊരൊറ്റ മറുപടിയുള്ളൂ, ഭൂമി സാക്ഷ്യം വഹിക്കും. പറള് കയറിച്ച് 2 റക്അത്ത് അപ്പുറത്തേക്ക് മാറിക്കയറിക്കണത് ആടെയും കൂടി സാക്ഷിയാകാനാണല്ലോ. യൗമ ഇതിൻ തുഹദ്ദിസു അഖ്ബാറഹ, വാർത്ത ഭൂമി വായിച്ചോളും. ആ ഭൂമിയിൽ സുജൂദ് ചെയ്ത സഹോദരന്റെ സുജൂദിന്റെ സൗന്ദര്യം ചിലപ്പോൾ ഈ വെള്ളക്കുപ്പായും തുണി വിട്ടിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ സഹോദരൻ തന്നെയാണ് മുത്തഖി, അവനെ തന്നെയാണ് പരിഗണിക്കേണ്ടത്. മഹാനാ ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു സുവോളജി വിദ്യാർത്ഥികൾ, ബോട്ടണി വിദ്യാർത്ഥികൾ എല്ലാം കൂടി ചുറ്റിലും കൂടി നിന്ന് അവർ പൂ പറിച്ച് അതിൻ്റെ നിറം, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ പരാഗണം, അതിൻ്റെ സുഗന്ധം, അതിൻ്റെ ആയുഷ്കാലം കുട്ടികൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പൂ ഒടിച്ചിട്ടാണ് നേരെ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഈ പൂവിൽ എന്തെല്ലാണ്ട് എന്ന് പറയുമെന്ന് വെച്ചത്. ദളങ്ങളെല്ലാം പിഴുതെടുത്തു. ഞെട്ടും മുട്ടും ഇലയും തണ്ടൊക്കെ ഓരോ പാത്രത്തിലെടുത്തിട്ട് കുട്ടികൾ ശാസ്ത്രീയമായി നിരീക്ഷിച്ചു. ഇതിൻ്റെ ആയുഷ്കാലം, ഇതിൻ്റെ നിറത്തിന് കാരണം, ഇതിൻ്റെ സുഗന്ധത്തിന് കാരണം, ഈ പരാഗണത്തിൻ്റെ ഗുണങ്ങൾ, പൂവിനെക്കുറിച്ചെല്ലാം റൂമിയോട് വന്ന് മനോഹരമായി ഓരോ വിദ്യാർത്ഥിയും അങ്ങനെ അവതരിപ്പിച്ചു. റൂമി എല്ലാം ശിരസ വഹിച്ചിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു. റൂമിന്ന് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹുവിന് ചെല്ലാതെ പോയത് നമ്മളെ കലണ്ടറിൽ ഇതില്ലാതെ പോയിട്ടാണ്. ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു. അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മോനെ, പൂവിൻ്റെ എല്ലാ ഭാഗവും ഇങ്ങ് വിശദീകരിച്ചു, പക്ഷേ ഞാൻ പൂ തരുമ്പോൾ അതിനൊരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, അത് കാണുന്നില്ലല്ലോ. ഇവിടെ പൂന്തോട്ടാണ്, ഒരു കുല പൂ പറിച്ചുകൊണ്ടോകാം, പിന്നെ പൂവിൻ്റെ ഒരു കഷ്ണം മാത്രം എടുത്തു വെക്കണോ എന്ന് കുട്ടി ക്രുദ്ധനായി ചോദിച്ചപ്പോൾ സൗമ്യനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് റൂമി ചോദിക്കുന്നുണ്ട്, ഞാൻ പൂ തരുമ്പോൾ മോനെ പൂവിന് സൗന്ദര്യം ഉണ്ടായിരുന്നു. നിന്റെ ഏതു പാത്രത്തിലാണ് ഇപ്പോൾ പൂവിൻ്റെ സൗന്ദര്യം എന്നത്? ഇതാണ് ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി തങ്ങളോട് വന്നിട്ട് വമൽ ഇസ്ലാമു യാ റസൂലല്ലാഹ് വമൽ ഈമാനു യാ റസൂലല്ലാഹ് എല്ലാം മണിമണിയായി പറഞ്ഞിട്ട് ഒടുക്കൊരു ചോദ്യമുണ്ട്, വമൽ ഇഹ്സാൻ. അതാണ് ആ സൗന്ദര്യം. നിക്കാരത്തിനുണ്ട് ആ സൗന്ദര്യം, ജീവിതത്തിലുണ്ട് ഈ സൗന്ദര്യം, സ്വഭാവത്തിലുണ്ട് ഈ സൗന്ദര്യം, കിടക്കുമ്പോഴുണ്ട് ഈ സൗന്ദര്യം, വ്യക്തി തന്നെ സമീപിക്കുമ്പോഴുണ്ട് ഈ സൗന്ദര്യം. ആ സൗന്ദര്യത്തിൻ്റെ വിശാലതയിലേക്ക് തൻ്റെ മുമ്പിൽ വന്നവരെ എല്ലാം ചേർത്തുവെച്ച ഒരു മഹാകുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അവിടെ നിന്ന് പ്രകടമാകുന്നതൊക്കെ ദീനാണ് എന്നാണ് ഇപ്പോൾ ചുരുക്കി വിവരിച്ചത്. അതിന് വിരുദ്ധമായ ഒന്നും അവരെ കയ്യിൽ നിന്നുണ്ടായിട്ടില്ല. അപ്പോൾ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നതിന് പകരം, അക്കാഡമിക് രംഗത്തുനിന്ന് വായിക്കുന്നതിന് പകരം, ഞാൻ എങ്ങനെ തന്നെ പറയുന്നു, ഇന്ത്യയിൽ ഇസ്ലാം അതിൻ്റെ സൗന്ദര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് മടവൂർ. അജ്മീറിൽ ഇതുണ്ട്. ചരിത്രാതീത കാലത്തിൻ്റെ അകലമുള്ളതുകൊണ്ട് അജ്മീർ ഇപ്പോൾ ഒരു പക്ഷേ ഇത്തരം മതേതര സൂഫികളുടെ തട്ടകം കൂടിയായി പരിണമിക്കുന്നുണ്ട്. ഉണർത്തുന്ന ഒരു തരം സൂഫിസ് ഇപ്പോൾ പ്രചാരത്തിൽ വരുന്നുണ്ട്. അവർ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയും രൂപപ്പെടുന്നുണ്ട്. അവിടെ പ്രതിരോധം തീർക്കാനും ആധ്യാത്മികമായ സൗന്ദര്യത്തെ വ്യക്തമായി മനസ്സിലാക്കാനും ഇത്തരം സദസ്സുകളും സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തുക, പഠിക്കാനും അറിയാനും ശ്രമിക്കുക. ഇത്തരം മഹത്തുക്കളുടെ പുറകെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അവരിൽ നിന്ന് പഠിക്കാനും അനുഭവിക്കാനും കഴിയുന്നവരാണ് വിജയിക്കാനാകുന്നത്. യഥാർത്ഥത്തിൽ ഖൽബ് വൃത്തിയാകലാണ് ആദ്യമായി വേണ്ടത്. വൃത്തിയാകാൻ ആദ്യമായി വിധേയത്വമാണ് വേണ്ടത്. വിധേയത്വം എന്ന് പറയുന്നത് വിനയം രൂപപ്പെടുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ്. ഓല് മഹാന്മാരായിരുന്നു എന്ന് ഉറപ്പിക്കുമ്പോൾ അകത്ത് വരുന്നൊരു വിനയുണ്ട്. ചിലപ്പോൾ ഞാനും തരക്കേടില്ലല്ലോ എന്ന് തോന്നിപ്പോകുന്നു ഇത്തരം സന്ദർഭത്തെങ്കിൽ ആ സന്ദർഭങ്ങളിലാണ് മനസ്സിനെ തിരിച്ചു പിടിക്കേണ്ടത്.
മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. ആ ഇത്തിബാഴ് തുടരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.